PR നമ്മൾ തോൽക്കുന്നിടത്താണ് PR വിജയിക്കുന്നത്. കാരണം പ്രോഗ്രാം കാണുന്നവർക്ക് അറിയത്തില്ലേ ആരാ നല്ലോണം കളിക്കുന്നത് എന്നുള്ളത്. വേറെ ആൾ പറഞ്ഞു തരണോ? ഈ PR-ന്റെ വർക്ക് അതല്ലേ. ഒരാൾ ഇപ്പം അയാൾ തന്നെ ആ PR ചെയ്ത വ്യക്തി തന്നെ പറയുന്നില്ലേ, 50ാമത്തെ ദിവസം അവൾ പുറത്തു പോകേണ്ടുള്ളതാണ് കരഞ്ഞുകൊണ്ട്, നാണം കെട്ട് പോകേണ്ടുള്ള ഞാൻ ഒറ്റയ്ക്ക് ഇതാണ് വളർത്തിയത്. അപ്പോൾ അത്രയും ലക്ഷം പേര് അവളെ സപ്പോർട്ട് ചെയ്തത് വെറുതെ ആയില്ലേ? അത്രേ ഉള്ളൂ എൻ്റെ. അതുപോലെ തന്നെ കെക്കാനോട് കാണിക്കേണ്ട ഒരു ട്രോള് പോലെ വന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ഒരു ജിൻഡോയുടെ സീസൺ ഒഴികെ ബാക്കി എല്ലാ സീസണും ഒരേപോലത്തെ ട്രോഫിയാണ് കൊടുത്തിരുന്നത്. അപ്പം അതിൽ വന്നൊരു ഫോട്ടോയും കമന്റും ഇതായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ ഇപ്രാവശ്യത്തെ മൊമെന്റോ. അപ്പൊ കപ്പിന്റെ ശില്പി മിടുക്കനാണ്, അത് സ്വന്തമായി എടുത്തുയർത്താൻ ശേഷിയില്ലാത്ത ഒരാളെ ആരൊക്കെയോ ചേർന്ന് താങ്ങിക്കൊടുത്ത് ഉയർത്തുന്നത് കാണിച്ചിട്ടുള്ളതാണ് കപ്പിന്റെ തീം. ഒരു ലേഡിയെ കുറെ പേര് അത് പൊക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത പോലെയാണ് ആ കപ്പിന്റെ ഇത്. അല്ല സംഭവം ലിറ്ററലി അതിലൊരു സംഭവം ഉണ്ടല്ലോ. അല്ലേ കൊള്ളാം അത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞത് പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ അവര് തന്നെ തീരുമാനിക്കുന്നതാണ് ഇന്നാള് വിന്നറാകണം, ഇന്നാളെ വിന്നറാക്കണം എന്ന് അവര് തന്നെ തീരുമാനിക്കുന്നത്. അവർക്കൊരു ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി ഒരുക്കും കളങ്ങൾ.